ഇത് നമ്മളൊരു സർവൈവൽ വേൾഡാണ് ഗൈസ്. നമ്മളിത് ചീറ്റൊന്നും ചെയ്തില്ല ഗൈസ്. നമ്മൾ ചീറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഡിസേബിൾ ആക്കിയോ. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ഒന്നും ആക്കിയിട്ടില്ല. നല്ല പ്യൂർ സർവൈവൽ വേൾഡാണ്. ഞാൻ കുറച്ച് ദൂരെയാണ് സ്പോണായത്. വില്ലേജ് കണ്ടുപിടിച്ച് പിന്നെ ഞാൻ നോക്കുമ്പോൾ റെക്കോർഡ് ഓണാക്കാം മറന്ന് ഗൈസ്. ഞാൻ വീഡിയോ എടുക്കാനേ മറന്നു. ഞാൻ ഒരു റാൻഡമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നല്ലൊരു വേൾഡ് കിട്ടി. ഞാൻ ഓക്ക് പറയാൻ വേണ്ടി സ്പൂസൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് സ്പൂസ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഓക്ക് കിട്ടണേ വേണ്ടിട്ട് കണ്ട അച്ചീവ്മെൻറ്റ്സ് ഒന്നും ഡിസബിൾഡ് അല്ല. കണ്ട ഒരു പ്രശ്നമില്ലാത്ത വേൾഡാണ് ഗൈസ്. നല്ലൊരു വേൾഡാണ്. വില്ലേജൊക്കെ ഞാൻ തപ്പി കണ്ടുപിടിച്ചു. പിന്നെ കുറച്ച് വൈകി ഗൈസ്. ഞാൻ ഒരു വീട്ടിലൊക്കെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടൂൾസൊക്കെ എനിക്കായി. അപ്പോൾ ഞാൻ കോള് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു കേവൊക്കെ ഉണ്ട്. അവിടെ അയണും ഉണ്ട് കോളും ഉണ്ട് തൊട്ടപ്പുറത്ത്. അവിടെ ഒരയണേ ഉള്ളൂ തോന്നുന്നു. അവിടെ ഒരു പൂച്ചയും വിട്ട് കിടക്കുന്നുണ്ട്. ഏകദേശം മുകളിലാണ്. പക്ഷേ ഇവിടെ അടിക്ക് വലിയൊരു കേവാണിത്. വെള്ളം വെച്ചിറങ്ങണമല്ലോ. പക്ഷെ ഇവിടേക്ക് ഒരു കേവ് പോലെയൊക്കെ ഉണ്ട് ഈ സൈഡിക്ക്. അഥവാ ഇറങ്ങിയാലും എങ്ങനെ കയറുന്നതാണ് എൻ്റെ പേടി. അതവിടെ വഴിയുണ്ടല്ലോ. ഈ പൂച്ച പൂച്ചയുടെ സ്ട്രിങ് കിട്ടുമല്ലോ. ഇപ്പോൾ കൊന്നാലും 2 സ്ട്രിങ് കിട്ടും. നന്നായി. ഇപ്പോൾ ലെഡ് ഉണ്ടാക്കാൻ സ്ട്രിങ് മാത്രം പോരെ, അങ്ങനെ എന്തോ ഇല്ലേ. സ്നൈമ്പാളെ ഇത്തിരി കണ്ടുപിടിച്ചാൽ കുറച്ച് മുഞ്ചി. ഇനി ഇവിടുന്ന് പില്ലറ ആയതുകൊണ്ട് കയറാൻ പറ്റൂല. കവാനി അതിൽ കൂടെയൊക്കെ ചാടി കയറുന്നു. ഓക്കെ ഞാൻ ചാടി. അയ്യോ സൂര്യൻ അസ്തമിക്കുന്നു ഗൈസ്. ഞാൻ എന്തായിട്ടും കയറിക്കോ. എൻ്റെ ഡേർട്ടും ഇല്ലല്ലോ. സൂര്യൻ അസ്തമിക്കാണ് ഗൈസ്. പേടിച്ചേ പറ്റൂ. കുറച്ചും കൂടി പൊക്കത്തിലെത്തി ഞാനൊന്ന് മൈൻഡ് ചെയ്തെങ്ങനെ കയറിയിരുന്നു. പക്ഷെ ശബൽ കൊടുക്കുന്ന സ്പീഡുണ്ടോ. ഇന്നലെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയ കേസ്. കാരണം നമ്മൾ വീണ്ടും വരുന്നു. നമുക്ക് യൂസ്ഫുൾ ആവും. പിന്നെ മണ്ടയ്ക്ക് വേറെ പോക്കുണ്ടോ. ഏകദേശം നല്ലൊരു സീഡാണ്. സീഡ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പം എൻ്റെ കോർഡിനേറ്റ്സ് നോക്കി നിങ്ങൾക്ക് വില്ലേജ് കണ്ടുപിടിക്കാം. അപ്പോൾ കോർഡിനേറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ആപ്പിൽ പോയാൽ ഞാൻ കോളമ്പിൽ പോയതാണ്. ഇതല്ലല്ലോ എൻ്റെ വീട്. പക്ഷേ അതല്ല, കോള് ഇവിടെ തന്നെ കിട്ടി. മുകളിലാണ് എൻ്റെ വീട്. ഞാൻ വെറുതെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് അയണുണ്ട്. അയണം കൂടി കോളിനൊപ്പം എടുക്കാമെന്ന് വിചാരിച്ചാൽ അയാൾ പിന്നെ എടുക്കുക ഗൈസ്. പോയി വെച്ചാൽ ശരിയാവത്തില്ല. നിറയെ കോളിനുണ്ട്. കോട്ടയാവും സൈഡിക്കുണ്ട് ഗൈസ്. എടാ നിറയുണ്ടല്ലോ. നിറയുണ്ട് കേട്ടോ. നിറയുണ്ട് ഗൈസ്. ആവശ്യത്തിനുള്ളതായി. കറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുകയും ചെയ്തു. കോളും കിട്ടി. കോളെന്താ വെച്ചാൽ ഞാൻ ഫുഡ് ഇപ്പോൾ സ്മെൽറ്റ് ചെയ്യാണ്ടാണ് ഗൈസ് കഴിക്കാറ്.
സ്മെൽട്ടൊക്കെ ചെയ്യണ്ടേ. പ്രത്യേകിച്ച് ഈ സാധനം സ്മെൽട്ട് ചെയ്തിട്ട് വലിയ കാര്യമില്ല. മട്ടനൊക്കെ സ്മെൽട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പെട്ടിയിലാണ് എൻ്റെ സ്റ്റോറേജൊക്കെ എടുത്തത്. കോള് വയ്ക്കാം, സ്ട്രിങ്ങും വയ്ക്കാം, സീഡും വയ്ക്കാം, സ്റ്റോൺ വയ്ക്കാം, ഡയോറൈറ്റ് വയ്ക്കാം. റെക്കോർഡ് ചെയ്യുമ്പോൾ വൈകി ഞാനൊരു ചീറ്റ് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു ഗേസ്, പക്ഷെ ഞാൻ അറിയാണ്ട് പൊട്ടിച്ചാണ്. സോറി, ഗ്ലാസ് പെയിൻ ആയിരുന്നു. ഞാനത് വെക്കണം. വെക്കാതിരുന്ന അത് ശരിയാവില്ലല്ലോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല കേസ്, വല്ല സ്പൈഡറൊക്കെ ഇതിനുള്ളിൽ കൂടെ കയറി വന്നാലും പറയാൻ പറ്റില്ല കേസ്. എൻ്റെ വീട്ടിലെല്ലാം കൂടെ നുഴഞ്ഞ് കയറി വരും, പറയാൻ പറ്റില്ല. ഞാൻ തന്നെ പറയാൻ പറ്റില്ല പറഞ്ഞു. ഫുഡൊക്കെ എടുത്തു. അയണൊക്കെ നമുക്ക് വില്ലേജിൽ നിന്ന് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ കിട്ടിയത് സ്മെൽട്ടായിരിക്കുന്നത്. അല്ലാണ്ടൊന്നും കിട്ടിയില്ല. എനിക്ക് പിക്കാക്സിനുള്ള അയൺ ഉണ്ട് കേസ്, അതുകൊണ്ട് പേടിയൊന്നുമില്ല വലുതായിട്ട്. ഫുഡൊക്കെ ഞാൻ ഇപ്പോൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഈ ഒരു കോളൊക്കെ മതിയല്ലോ ഇതൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ. 7 അയണൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ പറ്റും ഒരു കോള് വെച്ചിട്ട്. അതൊക്കെ മതി കേസ്. തൊട്ടടുത്തെല്ലാം നിൽക്കണം എന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ആദ്യം എനിക്ക് മട്ടൺ സ്മെൽറ്റ് ചെയ്യാം. ഇത് ഒരെണ്ണം മതി കേസ്, ഇത് സ്മെൽറ്റ് ചെയ്യാം. 6എണ്ണമല്ലോ. വേഗം ഇത് എടുത്തുകൊണ്ട് സ്മെൽട്ടായിപ്പോൾ. മുകളിൽ സ്മോക്കറുണ്ട്. സ്മോക്കറൊന്നും ഞാൻ സ്മെൽട്ടൊന്നും ചെയ്യില്ല. നമ്മളപ്പോൾ ജസ്റ്റ് സ്മോളായിട്ടുള്ള ജസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ ജസ്റ്റ് അങ്ങനെ ഇനി 8 ഉണ്ടായതുകൊണ്ട് ഇവിടെ പിന്നെ 2 സ്റ്റെയർസൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാനൊക്കെ പൊടിച്ച പറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ വരുമ്പോഴേ ഒരു സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് ഉണ്ട് കേട്ടോ. നടുക്കിലൊരു കോബിൾ സ്റ്റോൺ ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാനതൊക്കെ പൊട്ടിച്ച് വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബെഡ്റൂമൊക്കെ ഇവിടെ തന്നെ സ്മോക്കർ ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ചിമ്മിനി ഉണ്ട് കേട്ടോ. ഓൾറെഡി ഒരു ചിമ്മിനിയാണ്. അതൊക്കെ പുറത്തുനിന്ന് കണ്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുറച്ച് സ്ഥലമുണ്ട്. ഓടയാണ് ഓട്ട. താഴത്തൊരു ഫാമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണിച്ചൊരു ഫാം. നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഫാമിലേക്ക് പോകാൻ പറ്റും. ഈ ബാക്ക് ഡോറുണ്ട്. പക്ഷേ ഈ പന്നികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേസ്. കാരണം ഒരു ഫുൾ ബ്ലോക്ക് ഗ്യാപ്പിൽ കൂടി ഒരു 1 ബ്ലോക്ക് ഗ്യാപ്പിൽ കൂടി വേണം വരും. ഇത് ഫുൾ 1 ബ്ലോക്കില്ല, ഡോറുള്ളതുകൊണ്ട് അതിന് പോത്തില്ല കേസ്. പേടിക്കണം. പക്ഷെ ഇത് എന്നെ കുട്ടിയാണ്. ഇവിടെ അവിടെ ഗേറ്റൊന്നുമില്ല കേസ്. നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമേ ഇരിക്കാൻ വരാൻ പറ്റുള്ളൂ, ഈ ഫാക്കാൻ പറ്റുള്ളൂ. ഈ ഫാമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യും. ഇത്രയുള്ളൂ നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ സീഡ് വേണമെങ്കിൽ ചില കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ടാർഗറ്റ് 50 ലൈക്സാണ്. 50 ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗേസ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗേസ്. വലുതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, 1, 2, 3 പേര് 4 പേരൊക്കെ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര വീഡിയോസൊക്കെ നമ്മളിടാം. അത് എടുക്കുന്നേ അറിയില്ലെന്നല്ലോ, പറ്റുന്ന പോലെയൊക്കെ ഇടാം ഗേസ്. ഇതാണ് നമ്മുടെ വില്ലേജിൻ്റെ സ്ഥലം.
ഞാൻ വീടിട്ടതൊരു ഉദ്ദേശിക്കുന്ന ഈ മാലിൻ്റെ മണ്ടയ്ക്കൊക്കെയാണ്. പക്ഷെ ഇവിടെ ഒന്നും നല്ല സ്ഥലമില്ല. ഞാനിപ്പം മിക്കവാറും ഇവിടെ തന്നെ കിട്ടും. ഈ എൻ്റെ ഇപ്പം ഞാനിപ്പോൾ ഇരിക്കും ഈ വീട് പൊളിച്ചു മാറ്റിയിട്ട് തന്നെ കിട്ടും. മല മുകളിൽ സ്ഥലം കൊണ്ട് വെച്ചാൽ കെട്ടാം. അതാകുമ്പോൾ പെട്ടെന്ന് വില്ലേജിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ മല നിറഞ്ഞു വന്നാൽ മതി. കുറച്ച് ദൂരം ചെയ്യുന്നില്ല. ഈ മലയുടെ മുകളിലൊക്കെ ഫാമൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ആ ഒരു പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഓരോ സ്ഥലം ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അവിടെ കെട്ടാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ നോക്കുമ്പോൾ അവിടെ സ്ഥലമൊന്നും ഇല്ലാത്ര. ഇവിടെ വെറുതെ പാത്താക്കി വെച്ചിട്ടുണ്ട് ഈ വില്ലേജർമാർ. പിന്നെ മലയുടെ മുകളിലേക്ക് ഒരു പാത്താക്കി വെച്ചിട്ടുണ്ട്. വലുതായിട്ടൊന്നും ഇല്ല കേസ്. അറിയാലോ വില്ലേജർ മണ്ണുകൾ തന്നെ മാരാണ് കേസ്. പക്ഷേ ഈ വില്ലേജൊക്കെ ഉണ്ടാക്കണത് കാര്യം നമ്മൾ വിചാരിക്കും വില്ലേജൊക്കെ സൃഷ്ടി. എടാ അവിടെ അത് സമാനമില്ലേ കുഴപ്പം. ഇവിടെ കൊള്ളാലോ. ഇവിടെ തന്നെ വീട് കിട്ടല്ലോ നമുക്ക്. പക്ഷെ ഇതോടെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ വീട് കിട്ടാം. അതൊന്നും ഇവിടെ കുറച്ചൊരു പ്ലെയിൻ ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ വീടൊക്കെ ആയിരിക്കും നമ്മൾ കിട്ടുക. ചെറിയ വീടിന് ഇതൊക്കെ ധാരാളം വയസ്സ്. ഈ സ്ഥലമൊക്കെ തൊട്ടടുത്ത് സവാനയുണ്ട് വയസ്സ്. സവാന വില്ലേജ് കിട്ടിയ സൂപ്പർ. പിന്നെ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ മരമൊക്കെ ഉണ്ട്. മരമാണോ വെക്കും. പിന്നെ അവിടെ വലിയ മലകളുണ്ട് കേട്ടോ. സവാറിൻ്റെ മലകളുണ്ട്. ഇവിടെ താഴ്വരയാണ്. വാവ് നല്ലൊരു സീനാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു വീടിൻ്റെ അവിടെ നല്ല വിളിച്ചപ്പോൾ ഈ സീനിൽ കളിക്കുകയാണെങ്കിൽ പറഞ്ഞു. ഞാൻ സീഡും നിങ്ങൾക്ക് പറഞ്ഞില്ല. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെയൊക്കെ നല്ലൊരു കേവൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേസ്. സിമുലേഷൻ ഡിസ്റ്റൻസ് കൂട്ടി വെച്ചിട്ട് അത് കാരണം നമുക്ക് ഇപ്പോൾ കാണുന്നത് ഒരു സോംബിയുടെ കൊല്ലാനും കൂടെ പറ്റി. ഞാൻ വീടോട്ട് ഉദ്ദേശിക്കുന്നപ്പോൾ ഇവിടെയാണ്. ഇവിടെ അല്ല, ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ലെവൽ വെച്ച് ബാക്കി മുകളിലേക്കുള്ളതെല്ലാം ഞാൻ വെട്ടിക്കളയും. എന്നിട്ട് ഇവിടെ ഒരു വീട്. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് നേരെ താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് വരും. ആ സ്റ്റെപ്പ് നേരെ അങ്ങനെ ഞാൻ ഇറങ്ങി അതിൻ്റെ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റണം. പിന്നെ സ്റ്റെപ്പില്ലെങ്കിൽ സീനൊന്നുമില്ല കേസ്. പിന്നെ ഇതൊക്കെ ഞാൻ സൈഡിൽ കൂടെ പോകെ. സ്റ്റെപ്പൊന്നും നമുക്ക് വേണ്ട. സ്റ്റെപ്പില്ലെങ്കിൽ സീനൊന്നുമില്ല. ഇതാണ് നമ്മുടെ വില്ലേജ്. 2 ബ്ലാക്ക് തന്നെ വീടൊക്കെ ഉണ്ട്. ഇതെന്താ ഗോവിസ്റ്റാൻ്റെ വീട്. അങ്ങനെ കുറച്ച് വീടൊക്കെ ഉണ്ട്. കൂടുതൽ നല്ല ഇത് നമ്മുടെ വീടാണ്. ഞാനിപ്പോൾ എയിമാക്കി കഴിക്കുന്നത് ആ മറ്റേ കേവ്. പിന്നെ അങ്ങടെയൊക്കെ അവിടെ ഒരു പ്ലെയിൻസ് ഉണ്ട് കേസ്. നമുക്ക് വേണമെങ്കിൽ അവിടെയും വീട് കിട്ടാം കേസ്. കാരണം നമുക്ക് പെട്ടെന്ന് വില്ലേജിലേക്ക് വരണം വെച്ചാൽ കണ്ടോ അടുത്ത് തന്നെ ഒരു കടൽത്തി അല്ല ഒരു പുഴയൊക്കെ ഉണ്ട്. അവിടെ ഞാൻ മിക്കവാറും അവിടെ കിട്ടുള്ളൂ. ശരിക്കും മലയുടെ മുകളിലൊന്നും ഇഷ്ടമല്ല. കാരണം പെട്ടെന്ന് വല്ല ആവശ്യം വന്ന് ഇങ്ങനെ ഇറങ്ങി വരണ്ടേ. കേസ് ഇങ്ങനെ ഫുള്ള് വീഴ്ച വയ്ക്കും. എനിക്ക് നോക്കി ഇറങ്ങാനൊന്നും പോയി. ഞാൻ കണ്ട വഴി കാണാത്ത വഴി ഓടി വരുന്നവരാണ്. കണ്ണൂല മൂക്കില്ല കൊണ്ട വഴി ഞാൻ ഓടി വരിക. ഇവിടെ നിന്നൊക്കെ എനിക്ക് വയ്യ കേസ്. റിസ്ക് എടുത്ത് അതിൽ കൂടെ ചാടിപ്പെടുത്താണ് ചത്തു. കേസ് മിക്കവാറും ഞാൻ ഈ വീട്ടിലിപ്പോൾ തൽക്കാലം താമസിക്കും. നല്ല വീടാണിത്. ഈ വീടിൽ ഉണ്ടാക്കിയ വില്ലേജ് നല്ലവരാണ്. നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നല്ലൊരു ഞാൻ മിക്കവാറും ആ പോയിൻ്റെ അടുത്ത് തന്നെ വീട് ഇട്ടുള്ളൂ. കുറച്ച് സ്റ്റേക്ക് കിട്ടിയിട്ട് നമുക്ക് പണ്ടൊക്കെ മൈൻക്രാഫ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഗെയിംസ് കളിച്ചിട്ടാണ് ഫുള്ള് പഠിച്ചത്. പിന്നെ നമ്മുടെ സുധിയണ്ണനുണ്ട്. സുധിയണ്ണൻ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും, കാരണം എൻ്റെ വീഡിയോസ് 2-3 പേരൊക്കെ കാണുള്ളൂ. ചിലവരൊന്നും കാണും കൂടിയില്ല. എല്ലാവരും സുധിയണ്ണനൊക്കെ കാണുമായിരിക്കും. നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ദൈവമാണ് സുധിയണ്ണൻ. സുധിയണ്ണൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റ് പഠിച്ചത്. മൈൻക്രാഫ്റ്റ് ദൈവമാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിലുള്ള ഓരോ സംഭവത്തിൻ്റെ പേരും എല്ലാ സുധിയണ്ണനാണ്. ഓരോ ഫാംസൊക്കെ സുധീരൻ്റെ വേറൊരു ചാനൽ മറ്റേ സൂപ്പർ ലാഗ്. അതിൽ നിന്നൊക്കെ ഫാംസ്
ഉണ്ടാക്കുന്നത് അതൊക്കെ ഞാൻ പഠിച്ച സുജാനാണ് കാരണം എനിക്ക് ചാനൽ തുടങ്ങാനേ തോന്നിയത്. അപ്പോൾ സുജാന ഇപ്പം ഉറപ്പ് കുടിയാണ്. പക്ഷെ ഇവിടെ കെട്ടാതെ വീടൊക്കെ നല്ലൊരു പുഴയൊക്കെയാണ്. വീടിൻ്റെ ഫ്രണ്ട് വില്ലേജിക്ക് നോക്കിയിട്ട് നമ്മുടെ പുഴയ്ക്ക് നോക്കിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പുഴയൊക്കെ ആയിട്ട് സൈഡിലൊരു വില്ലേജൊക്കെ ആയിട്ട് ഇവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു വീട് കെട്ടാൻ പറ്റും. എനിക്ക് പറ്റും. നല്ല സ്ഥലമൊക്കെ ഉണ്ട്. മുകളിൽ കണ്ടത്ര സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ രാത്രിയുണ്ട്. ഞാൻ പോയി കിടന്നു കേട്ടോ. അല്ലെങ്കിൽ എന്നെ കടിച്ചു കയറി കൊല്ലാൻ വേണ്ടി സോംബീസൊക്കെ കാത്തിരിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ വിരുന്ന് വന്നിരിക്കുകയാണ്. ന്യൂ ഇയർ ദിവസമാണ് സ്കൂളൊക്കെ തുറക്കാൻ. എന്നാലും ഞാൻ വിരുന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഫോണിന് സിമ്മിന് റേഞ്ച് ഇല്ല. ആ റേഞ്ച് കിട്ടാത്ത കാരണം കൊണ്ട് തന്നെയാണ്. ഇതല്ലല്ലോ എൻ്റെ വീട്. ഇതിൻ്റെ മണ്ടക്കാട്. പക്ഷെ ഞാൻ ബെഡൊന്നും വീട്ടിലേക്ക് നടച്ചു മാറ്റിയതല്ല. 2 ദിവസം വില്ലേജർമാരുടെ ബെഡ് ജീവിച്ചെന്നുള്ളൂ. അത് ഞാൻ പൊട്ടിച്ചടച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് 3 കൂട് കണ്ടുപിടിച്ചിട്ടാണ് ബെഡൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞതും ചറവ പറയുന്ന ഷെയ്ഡ് സോണാണ്. എന്താണ് ഇപ്പം എനിക്കും അറിയില്ല. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ ഷീപ്പിൻ്റെ സ്പോണിങ് കൂടും. എപ്പോഴും അങ്ങനെ എന്നെ കൊല്ലാനായിട്ട് സോംബീസ് ആയിരിക്കും ഉറപ്പാണ്. എവിടെയെങ്കിലൊക്കെ അവർ നിൽക്കണ്ടാവുക. എനിക്കായിരുന്നു അവിടെ കൊടുത്തത്. പിന്നെ നമ്മൾ തെറിച്ചുകൊണ്ട് വീണ്ടും അടിച്ചല്ലേ. സോംബീസൊക്കെ അടിക്കുന്നു കേട്ടോ. പണ്ടൊക്കെ ഈ സുഖമായി അടിച്ച് കൊല്ലും കേസ്. നല്ല സീനാണിത്. ഏകദേശം ഞാൻ റാൻഡമായിട്ട് കിട്ടിയ സീനാണ്. പുഴയരികിലൊക്കെ നമുക്കൊരു വീടൊക്കെ കെട്ടാം. അല്ലെങ്കിൽ നമുക്കത് ഈ മല്ലമുളി കെട്ടാം. അല്ലെങ്കിൽ അപ്പുറത്തെ എല്ലിലേക്ക് കെട്ടാം. എവിടെ വേണമെങ്കിലും വീട് കെട്ടാം. ബസ് ഇട്ടോട്ട് ഒന്നുമില്ല. അവിടെയൊക്കെ നല്ല മലയുടെ നോക്കി. അവിടെയൊക്കെ നല്ല വഴിയുണ്ട്. സ്പ്രൂസ് ആണോ അല്ലയെന്ന് എനിക്കറിയില്ല. ഏകദേശം അവിടെ ബ്രിഡ്ജായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ബ്രിഡ്ജല്ലേ. അത് ചെറിയ ബ്ലൗസുകളെ കേസ്. അത് പിങ്ക് കളറുണ്ടോ? അത് ചെറിയ ബ്ലൗസാണ്. ഓ നന്നായി കേസ്. വൈബ് സിമുലേഷൻ ഡിസ്റ്റൻസ് ചാൻസ് ഒക്കെ കൂട്ടിട്ട് വീഡിയോയിൽ എന്താ ഡിസ്റ്റൻസ് ആണ്. ഈ സിമുലേഷൻ ഡിസ്റ്റൻസ് ഒരു ചാൻസ് ഗെയിം വേണ്ടിൻ്റെ ഇതിലാണ് ഇവിടെ എവിടെയാണിത്. ഇവിടെ ഇല്ല. ഇപ്പം മുകളിലേക്ക് ഇത് കൂട്ടാൻ പറ്റത്തില്ല. ഫോർച്ചൻസ് തന്നെയാണല്ലേ. കുഴപ്പമില്ല. ഞാൻ മറ്റേ റെൻഡർ ഡിസ്റ്റൻസ് 12 വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഫ്രണ്ട് അവിടെ കയറും നമ്മുടെ കേസ്. സപ്പോസ് എവിടെ ആയിരിക്കും നമ്മുടെ വീട് വരിക. ഈ സാൻഡിൻ്റെ ഇവിടെ ഇല്ല. ഇവിടെ ആയിട്ട് നമ്മളൊരു ചെറിയ കുഞ്ഞു വീട് വരിക. ഫ്രണ്ട് നമ്മുടെ റിവറിനെ നോക്കിയിട്ടായിരിക്കും. നമ്മുടെ വില്ലേജ് വേണ്ടിയിട്ട് ചെറിയ ബോസാണ്. ഒരു 2-3 മരമാണ്. ഒരു മരമാണ്. ഒരേ ഒരു മരമൊക്കെ അല്ലല്ലോ. ഒരു ബയോമന്നെ അല്ലേ ഫുള്ള്. ആ കേസിൽ ചെറിയ ബ്ലോസും ബയോമാണ് വലുത്. കുറച്ച് വലുതാണ്. മലൻ്റെ മുകളിലേക്ക് ഇരിക്കുന്നത്. വൈബ് നമ്മൾ വൈബ് സീനാണ്. ഈ ഒരു കൂടെ എഴുതി നിന്നാൽ തന്നെ അവിടെ ഒരു വില്ലേജ്, അവിടെ ഒരു വലിയ മല, പിന്നെ അവിടെ പമ്പിനൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെറിയ ബ്ലോസം.
നൈസ് സീനാണ് ഗൈസ്. കുറച്ച് തപ്പി ഈ ഒരു സീനിൽ കുറച്ച് ദൂരെയാണ്, കുറച്ച് തപ്പി വന്നാലേ വില്ലേജൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ കോർഡിനേറ്റ് കണ്ട, ഈ ഒരു കോർഡിനേറ്റ് നോക്കി നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കിട്ടും ഗൈസ്. ബെഡ് റോക്ക് എഡിഷനാണ്. വേറൊരു കാര്യം, ഫോണിലാണ് കളിക്കുന്നത്, പി ആണ്. പക്ഷെ ഇത് ഞാനിപ്പോൾ മറ്റേ UI പ്രൊഫൈൽ ക്ലാസിക്കലായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ PC പോലത്തെയാണ്. പക്ഷേ കീബോർഡും മൗസൊന്നും ഇല്ലല്ലോ, ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള ഹൗസ്, ഒരു കുഞ്ഞ് ഹൗസ് വരാൻ പോകുന്നത്. സ്റ്റാർട്ടർ ഹൗസ് തന്നെ ആയിരിക്കും ഗൈസ്. നമ്മൾ സ്റ്റാർട്ടർ ഹൗസിൽ തന്നെ ഒരു ജീവിതം ഫുള്ള് അവരൊരു കിടക്കലല്ലേ കിട്ടും. എവിടെ നിറ കുഴി, ഞാൻ ഓടിക്കോ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കുന്നില്ലേ, എന്താണ് എൻ്റെ സ്റ്റെപ്പ് അതിനകത്ത് മൈൻഡ് ചെയ്യും കിട്ടുന്നൊക്കെ. ഓ ഇവിടെ നിന്ന് പില്ലറായി വന്നല്ലോ, വന്ന് നെല്ലിക്ക് ഒഴിച്ചു നോക്കാം. ഇവിടെ ഈ വെള്ളപ്പം അവിടെ നിന്ന് വരുന്നത്, ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് വെള്ളം കിട്ടുന്നു. പിന്നെ വെള്ളത്തിന് കാണാൻ ഉള്ളിൽ കൂടെ ചെയ്തു അപ്പച്ചതും കൊടുക്കാറ് അറിയുന്ന ഇത് വലിയൊരു ദൈവമാണ് കേട്ടോ. പള്ളിക്കൊക്കെ നിന്ന് അയൺ ഇവിടെ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ താഴെ അടങ്ങി മുകളിൽ പോയി കൊണ്ട് നോക്കിയിട്ട് വേണ്ടിയിട്ട് അയനാട്ടിട്ട് അപ്പോഴും നോക്കണ കാര്യമാണ്. കോള് മാത്രമുണ്ട്, കോളത്തെ എവിടെയും നിൽക്കുന്നു. നല്ല മുകളിലാണത്, ഇത് ഇവിടെയാണ് ഞാൻ അതിൻ്റെ താഴ്ത്താക്കി നോക്കും. തറ മുകളാണ്, നമുക്ക് സുഖമായിട്ട് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നുള്ളൂ. ആ പൂച്ച നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് അല്ല, അടുത്താണ് തോന്നുന്നില്ല. അല്ല ഇപ്പോൾ അവിടെയാണ്, ഈ ഒരു ബ്ലോക്കിലാണ് വരുന്നത്. ഇതങ്ങനെ കുളിക്കുമ്പോൾ വേണം നേരെ അതിൻ്റെ തൊട്ടടുത്തിട്ട് ഉപയോഗിക്കാൻ മാത്രം പിക്ചേഴ്സ് നമ്മുടെ ഒരയണറ്റിൻ്റെ ഒന്നുമില്ല ഗൈസ്, ഒന്നും കണ്ടിട്ട് പടിയിരിക്കും ഇല്ല. അത്ര ഇടമുള്ളൂ, അത്രയൊക്കെ മതി കേസ് പോകാനാണ്. പാവം പൂച്ച വിശ്വസിച്ച് വിട്ടൊക്കെ എൻ്റെ നല്ല മനസ്സിന് തണുത്ത മനസ്സിലുണ്ട്. വയ്യ അയാളൊക്കെ നമുക്കിപ്പോൾ സ്പോട്ടം ചെയ്യണ്ട, നമുക്ക് വെറുതെ വീട്ടിലോട്ട് യൂസ് ചെയ്ത്. പക്ഷെ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഉണ്ടെങ്കിൽ നല്ല പണിയാണ് ഗൈസ്. കയറി പോകണം. മറ്റേ ഏറ്റവും പൊക്കത്തിലേക്ക് പോകണം കേട്ടോ, വില്ലേജിൽ തന്നെ. ഇവിടെ ഒന്നും എനിക്ക് സെറ്റ് ചെയ്ത് തോന്നുന്നു, നല്ലൊരു വീടാണ്. പക്ഷേ ഇവിടെ പോയിട്ടിനുള്ളൊക്കെ ഇതുകൊണ്ട് വയ്ക്കാം. ഈസ്റ്റ്
എനിക്കിങ്ങനെ ഇൻവെർട്ടറൊക്കെ ഇങ്ങനെ ക്വാളിറ്റി ഇഷ്ടമല്ല ഗൈസ്. നമുക്ക് ഫുഡൊക്കെ കുറച്ചുകൂടി ഇൻവെർട്ടറൊക്കെ കരിക്കട്ടെ. എപ്പോഴും ആവശ്യപ്പെടുവാറില്ല. ഞാനൊരു സ്റ്റീക്ക് പോലും തിന്നിട്ടില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് തരിക്കണം. അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ നമ്മളെ ലൈറ്റ് ടാർഗറ്റ് 50 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വേൾഡിൻ്റെ സീനുവാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നല്ലൊരു സീനാണ്. ചെറിയ ദിവസം മല കയറി അപ്പുറത്ത് വയ്ക്കുന്ന സവാരയുണ്ട്. നല്ലൊരു സീനുകൾ കുറച്ചെങ്കിലും പോകുന്നുണ്ട്. കുറച്ച് ഭയംസിക്കാണ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ആ വില്ലേജൊക്കെ കിട്ടും. ഈ വില്ലേജിൻ്റെ അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ചെറിയ ദിവസം സവാരയൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് സീറ്റ് എടുത്തിട്ട് കാര്യമില്ല. എൻ്റെ കോർഡിനേറ്റ്സിന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. പക്ഷേ ഈ വീടിൻ്റെ ഇവിടെ നിന്ന് എടുത്ത് വെച്ചാൽ തുടങ്ങി ഞാൻ കുറച്ച് നേരം നിർത്തുന്നുണ്ട്. ഈ കോർഡിനേറ്റ്സ് വെറുതെ റാൻഡമായിട്ട് കൊടുത്തത് സീഡ് വേണമെങ്കിൽ നമ്മൾ അടുത്ത ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഞാൻ കണ്ടുവച്ചാൽ ഈ വീഡിയോയ്ക്ക് ഞാൻ തന്നെ കമൻറ്റായി കൊടുക്കാം. ഞാൻ സീഡ് കമൻറ്റ് ചെയ്യുക. സീഡ് കമൻറ്റായി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. സീഡ് വേണമെന്നുള്ളൊരു നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 50 50 ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ബൈ ബൈ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ. മൈൻക്രാഫ്റ്റ് ഇത് പാർട്ട് 1 ആണ് ഗൈസ്. ഇനി 2, 3, 4 ഒക്കെ ആയിട്ട് നമ്മൾ വരും. എല്ലാവർക്കും ബൈ ബൈ.